രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയേക്കുമെന്നാണ് സൂചന. സഭയിൽ വരുന്നതിൽ രാഹുൽ ചില നേതാക്കളുമായി ആശയവിനിമയം നടത്തിയെന്ന് സൂചനയുണ്ട്. ഷെവീദ് റാവുത്തർ തിരുവനന്തപുരം നിന്ന് ചേരുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് അത്ര വലിയ പ്രശ്നമാണോ? വന്നിട്ട് പോട്ടെ എന്നല്ലേ കോൺഗ്രസ്സുകാർ കരുതേണ്ടത്? ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരണപക്ഷം അത് എങ്ങനെ നിയമസഭയിൽ ആയുധമാക്കുമെന്നുള്ളതാണ് അവരുടെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്ന് രാവിലെ മുതൽ പലതരത്തിലുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കളുമായി രാവിലെ സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനനുസരിച്ച് താൻ നിയമസഭയിലേക്ക് എത്തിയാൽ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമാകുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം നേതാക്കളോട് ചോദിച്ചത്. പക്ഷേ ആരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരണ്ട എന്ന പൂർണ്ണ അർത്ഥത്തിൽ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. രാവിലെ മുതൽ അടൂരിലെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിലില്ല. അദ്ദേഹം കിളിമാനൂരിലെ കുടുംബക്ഷേത്രത്തിലടക്കം എത്തിയതായി ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നിയമസഭയിലേക്ക് എത്താനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. രാഹുൽ ക്യാമ്പിൽ നിന്ന് ആരും മാധ്യമപ്രവർത്തകരുടെ ഫോൺ കോളുകൾ എടുക്കുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ചില കുറിപ്പുകളടക്കം പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കെതിരെയുള്ള ചില കുറിപ്പുകളടക്കം പുറത്തു വന്നിരുന്നു. ഇന്ന് നിയമസഭയിൽ ആദ്യ ദിവസം അത് VS അച്യുതാനന്ദൻ അടക്കമുള്ളവർക്ക് ചരമോപചാരം അർപ്പിച്ച് പിരിയലാണ്. സ്വാഭാവികമായും ഇന്ന് പ്രതിഷേധങ്ങൾക്ക് സാധ്യതയില്ല. ആ സാഹചര്യത്തിൽ അദ്ദേഹം വരാൻ സാധ്യത കൂടുതൽ എന്നുള്ള വിവരങ്ങൾ ഒരു സൂചനയായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വന്നാൽ തന്നെ അദ്ദേഹം പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കണം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം രാഹുൽ സഭയിലേക്ക് എത്തുന്നതിൽ അവർക്ക് പ്രശ്നമുണ്ടാകില്ല. പക്ഷേ നാളെ മുതൽ പോലീസ് അതിക്രമങ്ങൾ അടക്കം അവർ ആയുധമാക്കി നിയമസഭയിൽ ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ ഭരണപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെ കരുവാക്കി തിരിച്ച് പ്രതിരോധിക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ ആശങ്ക. ഭരണപക്ഷമാകട്ടെ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായും എത്തിയാൽ അതൊരു പ്രതിഷേധ സാധ്യതയെ തന്നെ എടുക്കാം എന്നുള്ളത് CPIM കരുതുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാൻ ഒരേ ശേഷിയുള്ള ആയുധവുമായിട്ടാണ് ഇന്ന് ഈ നിയമസഭ ആരംഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.